4 വർഷത്തോളമായി ഈ ഒരു പ്രിപ്പറേഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കും, എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോൾ എന്താ പഠിക്കുന്നത്, കുറേ ആയില്ലേ ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്നത്, ഇനി ജോലിയൊന്നും ആയിട്ടില്ലേ, കല്യാണം ആയിട്ടില്ലേ എന്നൊക്കെ വീട്ടുകാർ ആ ഒരു കല്യാണ പ്രഷർ തന്നില്ലെങ്കിലും നാട്ടുകാർ എന്തായാലും ആ ഒരു പ്രഷർ തരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ സത്യം പറഞ്ഞാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടിയായിരുന്നു. ഞാൻ അങ്ങനെ ഫംഗ്ഷനൊന്നും അറ്റൻഡ് ചെയ്യാൻ അധികം ഞാൻ പോവാറില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും സാഹചര്യം കൊണ്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ശരിക്കും സങ്കടവും ദേഷ്യമൊക്കെ തോന്നാറുണ്ട്. കാരണം തിരിച്ചൊരു മറുപടി പറയാനൊന്നും ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്, ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു ജേണിയിൽ പലരും പലതും പറയും, പിന്തിരിപ്പിക്കാനൊക്കെ ചിലപ്പോൾ നോക്കും വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തൂടെ എന്ന്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ കല്യാണ പ്രഷറും കൂടി ഉണ്ടാവും. പിന്നെ ആൺകുട്ടികളാണെങ്കിൽ തന്നെ പെട്ടെന്ന് ജോലിയാവുക, കുടുംബം പോറ്റുക എന്നുള്ള ആ ഒരു പ്രഷറും ഉണ്ടാവും. പക്ഷെ നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസം വളർത്തിയെടുക്കുക, അതിൽ തന്നെ മുന്നോട്ട് പോവുക, നമ്മളെ ഗോൾ ഫോക്കസ് ചെയ്യുക. ഹായ്, എൻ്റെ പേര് ബേബി വിസ്മയ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. 2021 ഡിസംബർ ബാച്ച് ആയിരുന്നു റേസിൽ ജോയിൻ ചെയ്തത്. ഇത്തവണത്തെ SBI ക്ലർക്ക് ഞാൻ ക്ലിയർ ചെയ്തു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് കൂടുതൽ സ്ട്രഗിൾ ആയിട്ട് തോന്നിയത് ക്വാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവർ തന്ന ക്ലാസ്സും ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ, ഷോർട്ട് കട്ട്സ്, അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഉള്ളത് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. അതിനൊരു സോഴ്സ്, നല്ലൊരു സോഴ്സ് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആ ഒരു PDF എൻ്റെ റോൾ നമ്പർ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ വീണ്ടും ചെക്ക് ചെയ്യായിരുന്നു. കാരണം ഇതിനു മുന്നേ പ്രതീക്ഷിച്ചതൊന്നും കിട്ടാതായപ്പോൾ ഇത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. പിന്നീട് അമ്മയോടും അച്ഛനോടും പറഞ്ഞു. ആനന്ദക്കണ്ണീർ എന്നൊക്കെ പറയുന്ന അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരോടും പറഞ്ഞു, എല്ലാവർക്കും സന്തോഷമായി. 4 വർഷത്തോളമായി ഈ ഒരു പ്രിപ്പറേഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കും, എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോൾ എന്താ പഠിക്കുന്നത്, കുറേ ആയില്ലേ ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്നത്, ഇനി ജോലിയൊന്നും ആയിട്ടില്ലേ, കല്യാണം ആയിട്ടില്ലേ എന്നൊക്കെ വീട്ടുകാർ ആ ഒരു കല്യാണ പ്രഷർ തന്നില്ലെങ്കിലും നാട്ടുകാർ എന്തായാലും ആ ഒരു പ്രഷർ തരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ സത്യം പറഞ്ഞാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടിയായിരുന്നു. ഞാൻ അങ്ങനെ ഫംഗ്ഷനൊന്നും അറ്റൻഡ് ചെയ്യാൻ അധികം ഞാൻ പോവാറില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും സാഹചര്യം കൊണ്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ശരിക്കും സങ്കടവും ദേഷ്യമൊക്കെ തോന്നാറുണ്ട്. കാരണം തിരിച്ചൊരു മറുപടി പറയാനൊന്നും ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്, ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു ജേണിയിൽ എടുത്തു പറയേണ്ടത് എൻ്റെ അച്ഛനും അമ്മയും തന്ന സപ്പോർട്ടാണ്. അവർ ഫിസിക്കലി, മെൻ്റലി, ഫൈനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം ഈ ഒരു ഇത്രയും ഏജ് ആയിട്ടും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാത്തതിൽ എനിക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആ ഒരു വിഷമം എന്നെ ഒന്ന് അറിയിക്കാതെ ഈ ഒരു ഇതിൽ എന്നിൽ വിശ്വസിച്ച് കൂടെ നിന്നു. പിന്നെ എൻ്റെ ഒരു കസിനുണ്ട്, ഞങ്ങൾ 2 പേരുമായിരുന്നു റേസിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അവളും ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ഇനി എക്സാമിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ 2021 ഡിസംബർ ബാച്ചിലാണ്. അപ്പോൾ 2022 ക്ലാസ് ആരംഭിച്ചത്. പിന്നീട് 9 മാസത്തോളം ഈ ഒരു ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ ഇവർ തന്നിട്ടുള്ള ഫൗണ്ടേഷനിലാണ് പിന്നെ ഞാൻ സെൽഫ് പ്രിപ്പറേഷനിലോട്ടാണ് പോയത്. അപ്പോൾ ഇവർ തന്നിട്ടുള്ള ഈ ഒരു ക്ലാസ്സും അതുപോലെ തന്നെ ഒരുപാട് നോട്ട്സും ബുക്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. എൻ്റെ ഒരു ജേണിയിൽ ഞാൻ ഇപ്പോൾ എക്സാംസൊക്കെ എടുക്കുമ്പോൾ ഒരു ദിവസം തന്നെ ഒരു 4-5 മോക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അധികവും ഞാൻ മോക്ക് ടെസ്റ്റുകളാണ് അധികം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് അനലൈസ് ചെയ്യും. പിന്നെ കറണ്ട് അഫയേഴ്സ്, അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഞാൻ നോട്ട്സ്, ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സ് നോട്ട്സ് എഴുതാറാണ്. പിന്നീട് അത് എക്സാംസൊക്കെ വരുമ്പോൾ ഫുള്ളി ഇരുന്ന് പഠിക്കുക. അതിന് ഞാൻ കുറച്ച് സമയം ചിലവാക്കാറുണ്ട്. പിന്നെയുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ജേണിയിൽ പലരും പലതും പറയും, പിന്തിരിപ്പിക്കാനൊക്കെ ചിലപ്പോൾ നോക്കും വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തൂടെ എന്ന്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ കല്യാണ പ്രഷറും കൂടി ഉണ്ടാവും. പിന്നെ ആൺകുട്ടികളാണെങ്കിൽ തന്നെ പെട്ടെന്ന് ജോലിയാവുക, കുടുംബം പോറ്റുക എന്നുള്ള ആ ഒരു പ്രഷറും ഉണ്ടാവും. പക്ഷെ നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസം വളർത്തിയെടുക്കുക, അതിൽ തന്നെ മുന്നോട്ട് പോവുക,
നമ്മളെ ഗോൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇനി ബാങ്ക് ജോലിയൊക്കെ നോക്കുന്നവർക്ക് ഞാൻ റൈസ് സജസ്റ്റ് ചെയ്യുന്നു. ഇവർ നൽകുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഇതിന് വേണ്ടിയിട്ട് നല്ല ഉപകാരമുണ്ട്. പ്രത്യേകിച്ച് ലാബ് ഫെസിലിറ്റി എടുത്ത് പറയേണ്ടതാണ്. പിന്നെ സർക്കിളായിട്ടിരുന്നുള്ള ബേസിക് സർക്കിൾ, എക്സ്ട്രീം സർക്കിൾ, പിന്നെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഇവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഉപകാരമാവും. താങ്ക് യു റൈസ്.